ഹരേ കൃഷ്ണ, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാ പേർക്കും അഷ്ടപതി വെൽവിഷസിലേക്ക് സ്വാഗതം. നാളെ ഒരു പ്രത്യേകത ഏകാദശി വരുന്നുണ്ട്, യോഗിനി ഏകാദശി. ത്രിലോകങ്ങളിലും പ്രസിദ്ധമായ ഏകാദശിയാണ് യോഗിനി ഏകാദശി. യോഗിനി ഏകാദശി എടുക്കുന്നതിലൂടെ ഒരാൾ സ്വർഗത്തിൽ പോകാൻ പ്രാപ്തനാകുന്നു. ഈ ഏകാദശി ഒരുപാട് ഫലങ്ങൾ തരുന്ന ഏകാദശിയാണ്. അതുകൊണ്ട് എല്ലാവരും നാളത്തെ യോഗിനി ഏകാദശി ഉറപ്പായിട്ടും എടുക്കുക. യോഗിനി ഏകാദശി എടുക്കുന്നതിൻ്റെ കൂടെ ഒരു റൗണ്ട് മാല എല്ലാവരും ജപിക്കേണ്ടതാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. യോഗിനി ഏകാദശിയുടെ വ്രതകഥ എന്ന് നോക്കിയാലോ, ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുകയാണ്, ആഷാഢമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് യോഗിനി ഏകാദശി. ത്രിലോകങ്ങളിലും പ്രസിദ്ധമായ ഈ ഏകാദശി ഒരാളുടെ പാപം മൊത്തം വിമുക്തനാണ്. കൂടാതെ ഈ ഏകാദശി എടുക്കുന്നതിലൂടെ 88,000 ബ്രാഹ്മണർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് തുല്യമാണ് ഈ ഏകാദശി ദിവസം നമ്മൾ ഉപവസിച്ചാൽ. അത് ഇങ്ങനെയാണ്. ശിവഭക്തനായ കുബേരൻ ശിവഭഗവാനെ പൂജിക്കുന്നതിനായി പൂക്കൾ കൊണ്ടുവരാൻ യക്ഷനായ ഒരു ദാസനെ നിയമിച്ചിരുന്നു. ആ ദാസന്റെ പേരാണ് ഹേമമാലി. ഹേമമാലിക്ക് ഒരു സുന്ദരിയായ ഒരു പുത്രി ഉണ്ടായിരുന്നു. ഒരു ദിവസം ഹേമമാലി മാനസ സരോവരത്തിൽ നിന്നും പൂക്കൾ കൊണ്ടുവരാനായിട്ട് പോയി. എന്തിനാ പൂക്കള്? ശിവഭഗവാന് പൂജ ചെയ്യാൻ വേണ്ടി കുബേരൻ എത്തിക്കണമല്ലോ. എന്നാൽ പൂക്കൾ കൊണ്ടുവരാൻ പോയ ഹേമമാലിയോ സ്വന്തം ഭാര്യയെ കണ്ട് മതിമറന്ന് ഭാര്യയുടെ കൂടെ സമയം ചെലവഴിച്ച് സമയം പോയത് അറിഞ്ഞില്ല. പൂജ മുടങ്ങി. കുബേരനാകട്ടെ നല്ല ടെൻഷനിലായി. കാരണം എന്താ, ഹേമമാലിയെ കാണാനില്ലല്ലോ. കുബേരന്റെ ആൾക്കാരെ വിട്ട് ഹേമമാലി എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോൾ ഹേമമാലി ഭാര്യയുടെ കൂടെ സമയം ചെലവഴിക്കുകയായിരുന്നു. കുബേരനാകട്ടെ പൂജ നടക്കാത്തതിന്റെ പേരിൽ ഹേമമാലിയെ വിളിച്ചു വരുത്തുകയും ഹേമമാലിയെ ശപിക്കുകയും ചെയ്തു. ഈ ഭൂമിയിൽ വൃത്തിലോകത്തിൽ ജനിച്ച് ഇവിടെ ഈ നരകയാതനകളെല്ലാം അനുഭവിച്ച് കുഷ്ഠരോഗം ബാധിച്ച് ഇവിടെ തന്നെ അനുഭവിക്കാനായിട്ട് ഹേമമാലിയെ ശപിച്ചു. ഹേമമാലി അങ്ങനെ ഭൂമിയിൽ വരികയും ഇവിടെ അറിയാലോ, ഭൂമിയിൽ ഉള്ള നരകങ്ങളെല്ലാം സഹിച്ച് കുഷ്ഠരോഗം ബാധിച്ച് ഭാര്യയും മക്കളെയും എല്ലാം നഷ്ടപ്പെട്ട് ആ രീതിയിൽ കഷ്ടതയോടെ ഹേമമാലി ഇവിടെ ഭൂമിയിൽ ജീവിക്കുകയുണ്ടായി. പക്ഷേ ഹേമമാലി ശിവഭക്തനായിരുന്നത് കൊണ്ട് തന്നെ പഴയ ജന്മ പാപങ്ങളെല്ലാം ഹേമമാലിക്ക് ഓർമ്മയുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹിമാലയത്തിൽ ഹേമമാലി കുഷ്ഠരോഗം ബാധിച്ച് ഹേമമാലിയോട് എത്തിച്ചേരുന്നു. മാർക്കണ്ഡേയ മുനിയെ കാണുകയും മാർക്കണ്ഡേയ മുനിയോട് അപേക്ഷിക്കുകയും ചെയ്തു, എനിക്ക് എങ്ങനെയെങ്കിലും ഈ നരകത്തിൽ നിന്ന് ഒന്ന് രക്ഷ നേടിത്തരാൻ പറ്റുമോ? എനിക്ക് എന്തെങ്കിലും ഒരു ജ്ഞാനം പറഞ്ഞു തരൂ ഈ നരകത്തിൽ നിന്ന് രക്ഷ നേടാനായിട്ട്. മാർക്കണ്ഡേയ മുനിയാണ് ഈ കൃഷ്ണപക്ഷ ഏകാദശിയെ പറ്റി ഹേമമാലിയോട് പറഞ്ഞു കൊടുക്കുന്നത്. മുനിയാണ് പറഞ്ഞു കൊടുത്തത്, ആഷാഢമാസത്തിൽ ഈ കൃഷ്ണപക്ഷ ഏകാദശിയായ യോഗിനി ഏകാദശി ഉപവസിക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളും തിരിച്ചു പിടിക്കാനും പറ്റും. ഈ മൃത്യുലോകത്തിൽ നിന്ന് ലോകത്തിലോട്ട് പോകാൻ പറ്റുമെന്ന് മുനിയാണ് ഹേമമാലിയോട് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഹേമമാലി മുനി പറഞ്ഞതനുസരിച്ച് യോഗിനി ഏകാദശി ഭക്തിപൂർവ്വം ഉപവസിക്കുകയും അവസാനം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുകയും ചെയ്തു. അങ്ങനെ ഇവിടെ നിന്ന് സ്വർഗത്തിലോട്ട് ഹേമമാലി എത്തിച്ചേരുകയും ചെയ്തു. ഇതാണ് വ്രതകഥ എന്ന് പറയുന്നത്. എല്ലാ രാജ്യങ്ങളുടെയും പാരണ സമയം ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും ഏകാദശി എടുക്കുക. യോഗിനി ഏകാദശിയുടെ പ്രത്യേകത എല്ലാ പേർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒരു റൗണ്ട് മാല ഹരേ കൃഷ്ണ മഹാമന്ത്രം നാളത്തെ ദിവസം ജപിക്കുക. ഭഗവാനിലോട്ട് കൂടുതൽ നമുക്ക് അടുക്കാനും സാധിക്കും. അപ്പോൾ എല്ലാവരും യോഗിനി ഏകാദശി എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹരേ കൃഷ്ണ, സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വേണുഗാനമതിലൈ പായോ